friends, welcome to our channel. നമ്മൾ സാധാരണ ചോറിൻ്റെ കൂടെ മോര് പുളിശ്ശേരി അങ്ങനെയൊക്കെയല്ലേ ട്രൈ ചെയ്യുക. ഇന്നിപ്പോൾ നമ്മൾ ഒരു പുതിയ റെസിപ്പി ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇതുണ്ടാക്കാൻ പോകുന്നത് വഴുതനങ്ങ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ വഴുതനങ്ങ എടുക്കാം. ഇനി നമുക്ക് പിച്ചാത്തി ഒന്ന് മുറിച്ച് വരുത്തിയിട്ട് കട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഈ ഒരു പ്രത്യേക തരം ഡിഷിന് നമുക്ക് ആവശ്യമുള്ളത് അത്യാവശ്യം നല്ല വലിയൊരു വഴുതനങ്ങയാണ്. ചെറിയ വഴുതനങ്ങ നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അത്യാവശ്യം ഒരു 4-5 എടുക്കേണ്ടി വരും. ഇപ്പോൾ ഈ ഒരു ഡിഷിന് ഇത്രയും വലുതാണ് ഏറ്റവും ബെസ്റ്റ്. അത് ഒറ്റ ഒരെണ്ണം മതി. അപ്പോൾ അതിനെ ഇങ്ങനെ ഒരുപാട് തിൻ സ്ലൈസ് ആക്കണ്ട, മീഡിയം ഒരു സ്ലൈസ് ആയിട്ട് അതിനെ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. എത്രയും സ്ലൈസ് വരുന്നോ അത്രയായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പീസസൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടിയത് ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കുക. കുറച്ചെന്ന് പറഞ്ഞാൽ ജസ്റ്റ് അടിവശം ഒന്നും മുട്ടത്തക്ക രീതിയിൽ മാത്രം മതി. കാരണം ഒരുപാട് എണ്ണ ആയി കഴിഞ്ഞാൽ നമുക്ക് എണ്ണ മാറ്റേണ്ടി വരും. അപ്പോൾ ഇതേ എണ്ണയിൽ തന്നെ വേണം നമുക്ക് കുറച്ച് ബേസ് ഒന്ന് വറുത്ത് സോട്ട് ചെയ്തൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ എണ്ണ തന്നെ നമുക്ക് വേണം. അപ്പോൾ വളരെ കുറച്ച് എണ്ണ മാത്രം എടുക്കുക, എന്നാൽ ഇതിൻ്റെ സത്തും നമുക്ക് വേണം. അപ്പോൾ എല്ലാ പീസസിനെയും ഒരു ജസ്റ്റ് ഒരു കുക്കായി കഴിയുമ്പോൾ തിരിച്ചിടുക, അതിനെ വറുത്ത് കോരുക. ഇനി ഞാനിവിടെ ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അരഭാഗം മാത്രമേ ചോപ്പ് ചെയ്ത് നന്നായിട്ട് അതിനെ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം. ഞാനിവിടെ 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചോപ്പ് ചെയ്ത പരുവമാണ് നമുക്ക് വേണ്ടിയത്. ഇനി നമ്മുടെ എണ്ണ നിന്ന് ചൂടായതിനു ശേഷം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഉള്ളി നന്നായിട്ടൊന്ന് കിടന്ന് സോട്ടാവട്ടെ. ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചേർക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഉള്ളിയും ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മസാല. അപ്പോൾ ആ ഉള്ളി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ മസാലയൊന്ന് റെഡിയാക്കി എടുക്കാം. ആ മസാല എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമുക്ക് വേണ്ടിയത് ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ വേണ്ട 1/4 ടീസ്പൂണിലും കുറവ് ഗരം മസാല, പിന്നെ ചാറ്റ് മസാല ഒരു 1/4 ടീസ്പൂൺ ചാറ്റ് മസാല ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ മസാലകളെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമ്മുടെ ഉള്ളി ഒന്ന് വഴളുന്ന സമയം കൊണ്ട് നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യണം. 1, നമ്മുടെ മസാല റെഡിയാക്കി വെക്കുക. 2, നമ്മുടെ തൈര് റെഡിയാക്കി വെക്കുക. തൈര് കട്ട തൈരാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ കട്ട തൈരിനോടൊപ്പം കുറച്ച് വെള്ളം, 1 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതിനെ ഒരു പേസ്റ്റ് പോലെ ആക്കി എടുക്കുക. അപ്പോൾ നിങ്ങളിപ്പം ഒഴുക്കുള്ള തൈരാണ് എടുക്കുന്നതെങ്കിൽ 2 ടേബിൾ സ്പൂണിൻ്റെ മാത്രം ആവശ്യമുള്ളൂ. എക്സ്ട്രാ വാട്ടർ ആഡ് ചെയ്യാനായിട്ട് നിൽക്കണ്ട. അപ്പോൾ ഇതേ നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മസാലാസ് ആഡ് ചെയ്ത് കൊടുക്കാം. മസാലയൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ചെറിയൊരു മണം വന്നതിന് ശേഷം കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അതെന്തിനാന്ന് ചോദിച്ചാൽ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കിടന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കോട്ടെ. അതുപോലെ തന്നെ അതൊന്ന് കുക്കാവും, മസാലയൊന്ന് കുക്കാകാനും കൂടി വേണ്ടിയിട്ട് ആണ്. അതിനുശേഷം നമ്മുടെ തൈര് ഒഴിച്ചു കൊടുക്കുക. ഈ മിക്സ് നന്നായിട്ടൊന്ന് മൂത്ത മണം നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷം നമ്മുടെ തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ തൈരും നന്നായിട്ട് തിളച്ച് മിക്സായി, വെള്ളമൊന്നും കാണരുത്, നന്നായിട്ട് മിക്സായി വരുമ്പോഴത്തേക്കും നമ്മുടെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതനങ്ങ പീസസ് ആഡ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഇത്രയും ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്തു. ഇത് താഴത്തെ ലെയറാട്ടോ, ഫസ്റ്റ് ലെയറാണ്. സെക്കൻഡ് ലെയർ നമ്മൾ ഇപ്പം പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. അതായത് ഒരു ബൗൾ നിറച്ചും കട്ട തൈര് എടുക്കുക. ഇതിന് അളവൊന്നുമില്ല കേട്ടോ. ഒരു ബൗൾ നിറച്ചും കട്ട തൈര് എടുക്കുക. ഒരു ബൗളിൽ കൂടുതലായി പോയാലും കുഴപ്പമൊന്നുമില്ല. കട്ട തൈര് എടുക്കുക. അതുപോലെ നല്ല നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് എടുക്കാൻ എളുപ്പമുള്ള തൈരായിരിക്കണം. കട്ട കട്ട പോലെ ഇരിക്കരുത്. അതുപോലെ തന്നെ ഒഴുകിയും കിടക്കരുത്. ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഒരു തൈരിൻ്റെ ഒരു ഇതായിരിക്കണം. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് അതിനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിന് 3 ലെയറാണ് കേട്ടോ. അതായത് അടിവശത്ത് നമ്മൾ നമ്മുടെ കുക്ക് ചെയ്ത് റെഡിയാക്കി വെച്ച ബ്രിഞ്ചോളിൻ്റെ മിക്സ്. സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത് നമ്മളുടെ തൈര്. ഏറ്റവും മേളത്തെ ലെയർ എന്ന് പറയുന്നത് നമ്മുടെ തടുക്ക. അപ്പോൾ നമ്മൾ കടുകൊക്കെ വറുത്ത് ഒഴിക്കുന്നതാണ് ഏറ്റവും മേളത്തെ ഒരു ലെയർ എന്ന് പറയുന്നത്. എന്ത് രസമാണെന്നറിയാം ഇത് കാണാനായിട്ട്. അതുപോലെ തന്നെ വിളമ്പുമ്പോഴും കഴിക്കുമ്പോഴും എല്ലാം ഇതേ ഭംഗി തന്നെ. അപ്പോൾ നിങ്ങൾ ബിരിയാണിയൊക്കെ എടുക്കില്ലേ, അതേപോലെ ലെയറായിട്ട് വേണം അത് വിളമ്പാനായിട്ട്. അപ്പോൾ നമ്മുടെ താഴത്തെ ലെയർ, ഇത് സെക്കൻഡ് ലെയർ, ഇത് ഏറ്റവും മേളത്തെ ലെയർ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കടുക് വറുത്തെടുത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂട് പൊക്കോട്ടെ. അതിന് ശേഷം നമ്മുടെ തൈര് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ തടുക്കായ്ക്ക് വേണ്ടി നമ്മുടെ ഓയിൽ ചൂടാക്കുക. ഓയിൽ കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ല സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിന് ശേഷം കടുക് പൊട്ടിച്ച് നമ്മുടെ ഡ്രൈ റെഡ് ചില്ലി ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം 1 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. നമ്മുടെ കറിവേപ്പിലയും കൂടെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ പൊടി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ മുകളിലത്തെ ലെയർ ചെയ്യാനായിട്ട് നമ്മുടെ തടുക്ക റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കൊരു പാർട്ടിയോ ഗെറ്റ് ടുഗെദറോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഇത് പ്രിപ്പയർ ചെയ്യുക. ഇതുപോലെ ക്ലിങ് ഫിലിം വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എടുത്ത് മാറ്റി വെച്ചാൽ മതി. അത് ഫ്രഷായി തന്നെ ഇരിക്കും. അപ്പോൾ ഈ ബ്രിഞ്ചാൾ റൈത്ത ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ഞങ്ങളെ അറിയിക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തൊരു അടിപൊളി എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ.